Hi all, welcome back to Entry. അപ്പോൾ നമ്മൾ മിഷൻ 100ന്റെ ഭാഗമായിട്ട് അതായത് നമുക്കറിയാം നമ്മൾ KC വർക്കറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രിപ്പറേഷൻ്റെ ലെവലാണ് നമ്മൾ മിഷൻ 100 എന്നുള്ള രീതിയിൽ പാർട്ടുകളായിട്ട് നിങ്ങൾക്ക് അല്ലേ 20 പാർട്സ് ആയിട്ട് നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രോബ്ലംസും അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ 12ാമത്തെയും 13ാമത്തെയും പാർട്ട് കേട്ടോ, അതായത് 12th and 13th പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കമ്പൈൻഡ് ആയിട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അത് കാരണം സാർ നമ്മൾ ഒരു ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കമ്പൈൻഡ് പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാർട്ടിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 12th പാർട്ടും 13th പാർട്ടും ഒന്നിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ടോട്ടൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, 10 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസും കൂടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് വന്നിട്ടില്ല, അതായത് ഇനിയും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതുന്ന, നമുക്കറിയാം നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കയ്യിലുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം ഈ സിലബസ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് എക്സാംസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാംസിലെല്ലാം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വളരെ ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് നമുക്ക് നോർമലി അറിയാൻ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, അതായത് ഇറങ്ങുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്യുന്നുണ്ട്, ഒട്ടുമിക്ക എന്ന് പറയുമ്പോൾ ഒരു 80% ക്വസ്റ്റ്യൻ നമുക്ക് പറയാം കേട്ടോ, എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ നമുക്ക് വരുന്നതാണ് ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അല്ലേ. ഇപ്പം ഇറങ്ങുന്ന ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 15-20 ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ന്യൂമറിക്കലും സ്റ്റേറ്റ്മെന്റും കൂടി ആയിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ബാക്കി നമുക്കൊരു 100 ക്വസ്റ്റ്യനിൽ ഒരു 20 ക്വസ്റ്റ്യനുകളൊക്കെ എന്തായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ന്യൂമറിക്കലോ ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്താണ് വരാറുള്ളത്. അത് വരാതെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, അതാണ് നമ്മളൊരു മോസ്റ്റ് പ്രോബബിൾ എന്നുള്ള രീതിയിൽ പറയുന്നത്. കാരണം 80% എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു 10 മുതൽ 20 ക്വസ്റ്റ്യൻ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ടോട്ടലി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ന്യൂമറിക്കലും ഏറ്റവും കൂടുതൽ ഇതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന മൊഡ്യൂളുകൾ എന്ന് പറയുന്നത്, ബാക്കി എല്ലാ മൊഡ്യൂളും വരുന്നുണ്ട്, ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടെന്ന് വരുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് 1, 2, 3 മൊഡ്യൂളിൽ നിന്നാണ് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ കൂടുതലായിട്ട് നമുക്ക് 2ാമത്തെ മൊഡ്യൂളിൽ നിന്നും 3ാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ കേട്ടോ, ഞാൻ പറഞ്ഞ ബാക്കി എല്ലാ മൊഡ്യൂളിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ റിപ്പീറ്റേഷൻ ആയിട്ട് വന്ന് കണ്ടിട്ടുള്ളത് ഈ 2 മൊഡ്യൂളിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് കിർച്ചോഫ് ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് കിർച്ചോഫ് ലോ. നമ്മൾ വേഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആൻസേഴ്സ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറിലായിട്ടെങ്കിലും മാർക്ക് ചെയ്യണം. കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കമന്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും പേപ്പറിൽ മാർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാവും കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മളിത് കിട്ടുന്നത് അല്ലേ, ആൻസേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടോ, അതായത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് അതാണ്. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് നമ്മളൊരു ആൻസർ എഴുതുന്നതിന് പകരമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള 3 അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്, 2 മുതൽ 4 സ്റ്റേറ്റ്മെന്റ് വരെയൊക്കെ നമുക്ക് വരാറുണ്ട്. 4 വളരെ റെയർ ആണ്, 2 or 3 ഒക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത്. 3 ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ എന്ത് കാണാറുള്ളത് അല്ലേ. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരിക്കും. ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതലായിട്ട് വരുന്ന സാധനങ്ങളായിരിക്കും നമുക്ക് ഒന്നെങ്കിൽ ട്രൂ ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചുള്ള എന്താണ്, കിർച്ചോഫ് ലോയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, കിർച്ചോഫ് ലോയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത് കേട്ടോ. അപ്പോൾ കിർച്ചോഫ് ലോ ആണ് നമുക്ക് പറയേണ്ടത്. അതിനകത്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് പറഞ്ഞില്ല അല്ലേ. കിർച്ചോഫ് ലോ എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവിടെ ഫസ്റ്റ് ലോയും എടുക്കാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, സെക്കൻഡ് ലോയും എടുക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ലോ ഏതാ വരുന്നുണ്ടാവുക, ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നമ്മളെ KCL ആണ് അല്ലേ, കിർച്ചോഫ് കറന്റ് ലോ. ആൻഡ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്, KVL ആണ് അല്ലേ, കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ് വരുന്നത്. അപ്പോൾ 2 ലോയും നമുക്ക് കൺസിഡർ ചെയ്യാം, കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ കിർച്ചോഫ് കറന്റ് ലോ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. 2 വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ദ സം ഓഫ് ഇൻകമിംഗ് കറന്റ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഔട്ട് ഗോയിങ് കറന്റ് ഫ്രം ദാറ്റ് ജംഗ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സം ഓഫ് ഇൻകമിംഗ് കറന്റ് അറ്റ് എ ജംഗ്ഷൻ ഈസ്
ഈക്വൽ ടു ദ സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട് ഫ്രം ദാറ്റ് ജംഗ്ഷൻ എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് നമുക്കറിയാം രണ്ട് കിർച്ചോഫ് ലോ ആണ് നമ്മളെ കയ്യിലുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? KCL ഉണ്ട്, KVL ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് KCLുമായിട്ടോ അല്ലെങ്കിൽ KVLുമായിട്ടോ ബന്ധപ്പെട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ആദ്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ഇൻകമിങ് കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട് ഫ്രം ദാറ്റ് ജംഗ്ഷൻ. അതായത് ഒരു ജംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകൾ അതൊരു ജംഗ്ഷൻ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് കറണ്ട് വന്നിട്ടുണ്ട്, ഇവിടെ 3 കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 3 കറണ്ട് പോകുന്നു, 2 കറണ്ട് പോകുന്നുണ്ട് അല്ലേ. അതായത് 1, 2, 3 കറണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, 4ാമത്തെയും 5ാമത്തെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ വരുന്ന കറണ്ടുകളും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? പോകുന്ന കറണ്ടുകളും നമ്മൾ എന്തായിരിക്കും? അതിൻ്റെ ഒരു ഓൾജിബ്രിക് സം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തുല്യമായിട്ടായിരിക്കും, അതിൻ്റെ ഒരു സം എടുക്കുകയാണെങ്കിൽ തുല്യമായിട്ടായിരിക്കും വരുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സം ഓഫ് ഇൻകമിങ് കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട് ഫ്രം ദാറ്റ് ജംഗ്ഷൻ എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ കറണ്ട് I1, രണ്ടാമത്തെ കറണ്ട് I2, മൂന്നാമത്തെ കറണ്ട് I3, ഇതിന്റെ ഒരു സമ്മ് അതായത് I1 + I2 + I3 അല്ലേ, അത് ഈക്വൽ ടു എന്താവുന്ന പറയുന്നത്? I4 + I5 എന്നാണ് പറയുന്നത്. അതായത് 1, 2, 3 കറണ്ടാണ് അവിടെ വരുന്നത്, 4, 5 എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അത് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കൺസെപ്റ്റ് നമുക്ക് അറിയാം എന്താണ്? KCLുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. കാരണം KCLന്റെ കൺസെപ്റ്റിൽ നമ്മൾ ഇതാണ് പറയാറുള്ളത്. ഒരു ജംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഇൻകമിങ് കറണ്ടും ആ ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ഔട്ട് ഗോയിങ് കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ ട്രാഫിക് ജംഗ്ഷനൊക്കെ എടുത്ത് നോക്കിയാൽ മതി അല്ലേ. അങ്ങോട്ട് വരുന്ന വണ്ടികളും ആ ജംഗ്ഷനിൽ പോകുന്ന വണ്ടികളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ എന്തുണ്ടായിരിക്കും? ബ്ലോക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. വരുന്ന വണ്ടികളും പോകുന്ന വണ്ടികളും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും അവിടെ നിന്ന് പോകുന്ന കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിന് വേറെ രീതിയിൽ നമുക്ക് പറയാം. എങ്ങനെ പറയാറുള്ളത്? അങ്ങനെ നമുക്ക് പറയാറുള്ളത് ഓൾജിബ്രിക് സം എന്ന് പറഞ്ഞിട്ട് പറയാം അല്ലേ. ഓൾജിബ്രിക് സം ഓഫ് ഇൻകമിങ് കറണ്ട് ആൻഡ് ഔട്ട് ഗോയിങ് കറണ്ട് ഈക്വൽ ടു എന്താ വരുന്നുണ്ടായിരിക്കുക? 0. അപ്പോൾ ആ ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റം വരുത്തണം. ഓൾജിബ്രിക് സം എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്താണ്? ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ I1ഉം I2ഉം I3 എന്താണ്? ഇൻകമിങ് ആണ്. I1ഉം I2ഉം I3 എന്താണ്? ഇൻകമിങ് ആണ്. ദെൻ I4ഉം അതേപോലെ തന്നെ എന്താണ്? I5ഉം എന്താണ്? ഔട്ട് ഗോയിങ് ആണ് അല്ലേ. I4ഉം I5ഉം ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ ഞാൻ കൊടുത്തു നോക്കുക. I1നെ പോസിറ്റീവ് ആണ് കൊടുത്തുള്ളത്, I2 പോസിറ്റീവ് ആയിരുന്നു, I3 പോസിറ്റീവ് ആയിരുന്നു, I4 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നു, ആൻഡ് I5 എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നുണ്ടാവുക? 0 എന്നാണ് കിട്ടുക അല്ലേ. കാരണം എന്താണ്? ഇവിടെ കിട്ടുന്ന കറണ്ടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? പുറത്തേക്ക് പോകുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊരു വാല്യൂ, ഞാൻ I1നും I2നും I3ക്കൊക്കെ വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ വാല്യൂ ആയിട്ട് കൊടുക്കാം കേട്ടോ. I1, I2, I3 ഒക്കെ നമ്മൾ എഴുതിയതിന് പകരം നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2 ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 7. ഇതാണ് I1, I2, I3 കേട്ടോ. ദെൻ I4, I5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട് കേട്ടോ. 5ഉം 5ഉം ആണ് I1ഉം I4ഉം I5ഉം വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 1ഉം 2 എന്താണ്? 3 ആണ്. 3ഉം 7 എത്രയാണ്? 10 ആണ് വരുന്നുണ്ടാവുക. അവിടെ പോകുന്ന ഏതൊക്കെയാണ്? 5ഉം 5ഉം ആണ് പോണത്. നമുക്ക് എന്ത് കിട്ടും? 0 എന്നാണ് കിട്ടുന്നുണ്ടാവുക അല്ലേ. അതായത് 10 - 5 = 0 എന്നാണ് കിട്ടുന്നുണ്ടാവുക. ഇതാണ് കിർച്ചോഫ് ലോയിൽ പറയുന്നത് കേട്ടോ. അതായത് അവിടെ എന്താണ്? ഇൻകമിങ് കറണ്ടും ഔട്ട് ഗോയിങ് കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ജംഗ്ഷനിലെ ഓൾജിബ്രിക് സം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? 0 ആയിരിക്കും എന്നുള്ളതാണ് കിർച്ചോഫ് കറന്റ് ലോ പ്രകാരം പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. എന്താണ്? ദ സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ വോൾട്ടേജ് അപ്ലൈഡ് ടു ദ സർക്യൂട്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്? ദ സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ വോൾട്ടേജ് അപ്ലൈഡ് ടു ദ സർക്യൂട്ട് എന്നാണ് പറഞ്ഞത്. സം ഓഫ് എന്താ പറഞ്ഞിട്ടുള്ളത്? വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് കിട്ടിയത്? KVL ആണെന്ന് മനസ്സിലാക്കാം അല്ലേ. കാരണം വോൾട്ടേജ് ആണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ KVLുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അത് കറക്റ്റ് ആണോ നമ്മൾ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതേപോലെ ഒരു സർക്യൂട്ട് എടുത്തു. ഞാൻ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യണോ? ഇവിടെ റെസിസ്റ്ററും ഇവിടെ റെസിസ്റ്ററും കൊടുത്ത് 2 റെസിസ്റ്ററെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഞാനൊരു 10 വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്.
10 വോൾട്ടേജ്. അപ്പോൾ സം ഓഫ് വോൾട്ടേജ് അപ്ലൈഡ് എന്ന് പറയുന്നത് എത്ര വരുന്നുണ്ടായിരിക്കും? ഒരൊറ്റ വോൾട്ടേജ് അല്ലേ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് 10 വോൾട്ടേജ് ആണ് അവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയാം അല്ലേ. അതായത് സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 വോൾട്ടേജ് ആണ്. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 2 റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഇവിടെ ഒരു 2 വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ട്, ഇവിടെ ഒരു 8 വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ട് എന്ന് കരുതാം. ഒരു 8 വോൾട്ടേജും ഒരു 2 വോൾട്ടേജും ഡ്രോപ്പ് ആവുന്നുണ്ട് എന്ന് കരുതാം. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? അതാണ് ഇപ്പോൾ ഈ ക്രിസ്റ്റോഫ് ലോയിൽ പറയുന്നത് കേട്ടോ. ഇത് തന്നെയാണ് ക്രിസ്റ്റോഫ് ലോയിൽ പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, I എന്ന കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? അവിടെ നമ്മൾ 10 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ I എന്ന് പറയുന്ന കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 2 വോൾട്ടേജും 8 വോൾട്ടേജും. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ 2 വോൾട്ടേജ് 8 വോൾട്ടേജ് എഴുതുന്നതിന് പകരം ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം അല്ലേ. അതായത് ഇപ്പോൾ ഞാനിവിടെ 2 വോൾട്ടേജ് 8 വോൾട്ടേജ് എഴുതുന്നതിന് പകരം ഇതൊരു 2 ഓമും ഇതൊരു 8 ഓമും ആണെന്ന് കരുതാം. 8 ഓമും 2 ഓമും ആണെന്ന് കരുതാം. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണെന്ന് കരുതാം. അപ്പോൾ 1 ആംപിയർ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സീരീസ് സർക്യൂട്ട് ആണ്. 8ഉം 2ഉം 10 ഓമാണ് നമുക്ക് അവിടെ ടോട്ടലി കിട്ടുന്നുണ്ടാവുക. ആൻഡ് 10 ഓം കിട്ടുന്ന സമയത്ത് എന്താണ്? I is equal to V/R അല്ലേ. V എന്ന് പറയുന്നത് 10 ആണ്, ആൻഡ് R എന്ന് പറയുന്നത് 10 ആണ്. 10/10 ഈക്വൽ ടു എന്താണ്? 1 ആംപിയർ കറണ്ട് ആണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പറയാം എന്താണ്? I into R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 വോൾട്ടേജ് ആയിരിക്കും ഇവിടെ ഡ്രോപ്പ് ആവുന്നുണ്ടാവുക. അതേപോലെ തന്നെ 8 വോൾട്ടേജ് ആയിരിക്കും എന്ത് ചെയ്യുക? ഇവിടെ ഡ്രോപ്പ് ആവുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു സർക്യൂട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സീരീസ് സർക്യൂട്ട് എന്നുള്ള രീതിയിൽ എടുക്കാം അല്ലേ. ഇതേ കാര്യമാണ് ക്രിസ്റ്റോഫ് ലോയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ 10 വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ 2 വോൾട്ടേജും ഇവിടെ 8 വോൾട്ടേജും എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രോപ്പ് ആവുന്നുണ്ട്. ഇനി നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇരിക്കുന്ന റൂം നോക്കുക. ഇരിക്കുന്ന റൂമിൽ എന്തൊക്കെയുണ്ട്? ഒരു ഫാൻ എടുക്കുക അല്ലേ. ജസ്റ്റ് ഒരു ഫാൻ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൾബ് എടുക്കുക. ആ ബൾബിലേക്ക് നമ്മൾ എത്ര വോൾട്ടേജ് കൊടുക്കുന്നുണ്ടായിരിക്കുക? ഇപ്പോൾ നമ്മൾ KCB പറയുന്ന അനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ KCB നിന്ന് കിട്ടുന്ന വോൾട്ടേജ് അനുസരിച്ചാണെങ്കിൽ നമുക്ക് റേറ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 240 വോൾട്ടേജ് ആണ് അല്ലേ. അതാണ് നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട വോൾട്ടേജ് കേട്ടോ. ഈ 240 വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോൾ ആ 240 വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഡ്രോപ്പ് ആവുന്നുണ്ടാവും അല്ലേ. ലോഡിന് അക്രോസ് ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആ വോൾട്ടേജ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? അവിടെ ആ ഒരു ലോഡിന് അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമ്മളൊരു V1, ഇതൊരു V2, ഇതൊരു V3 ആയിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ V1 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ്. അത് ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക? V2 + V3 എന്നാണ് വരുന്നുണ്ടാവുക. അങ്ങനെ തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? 10 = 2 + 8 ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ദ സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ V1 + V2 അല്ലേ, V2 + V3 അല്ലേ, V2 + V3 അല്ലേ. ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അപ്ലൈഡ് ടു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന ഏതാണ്? V1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയതാണ്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് കിട്ടി അല്ലേ. അതായത് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും അവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പും എന്തായിരിക്കും? ഈക്വൽ ആണ് വരുന്നുണ്ടാവുക എന്ന് കിട്ടി അല്ലേ. ക്ലിയർ ആയോ അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ക്രിസ്റ്റോഫ് ലോ സെക്കൻഡ് ലോയും നമുക്ക് അവിടെ എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമുക്ക് പറയാം. സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് എന്താണ്? കറക്റ്റ് ആയിട്ടാണ് അവിടെ കിട്ടുന്നുണ്ടാവുക എന്ന് പറയാം അല്ലേ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? കറണ്ട് ഫ്ലോയിങ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. കറണ്ട് ഫ്ലോയിങ് ത്രൂ എ ക്ലോസ്ഡ് റെസിസ്റ്റീവ് സർക്യൂട്ട് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ വോൾട്ടേജ് അപ്ലൈഡ് ടു ദ സർക്യൂട്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ക്ലോസ്ഡ് റെസിസ്റ്റീവ് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് അവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഈക്വൽ ആയിരിക്കോ? അങ്ങനെ വരുന്നുണ്ടാവില്ല അല്ലേ. എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഓംസ് ലോയിലാണ് അത് പറയുന്നത്. അതായത് കറണ്ട് വോൾട്ടേജും പറയുന്നുണ്ടായിരിക്കുക. ആ ഒരു കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുള്ള ഓംസ് ലോ പ്രകാരം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V എന്നാണ് പറയുന്നത്. കറണ്ട് വോൾട്ടേജും ഈക്വൽ ആണെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? 1 ആയിട്ട് വരണം അല്ലേ. എന്നാലും കറണ്ട് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഈക്വൽ ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം അല്ലേ. 1 ആയിട്ട് വരുമ്പോഴേ ആവുള്ളൂ. എല്ലാ സമയത്തും റെസിസ്റ്റൻസ് 1 ആവുമോ? അല്ല അല്ലേ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം. പക്ഷെ നമുക്ക് അതെന്താണ്? ഈക്വൽ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ. പിന്നെ ക്രിസ്റ്റോഫ് ലോ പ്രകാരം അങ്ങനെ ഒരു കൺസെപ്റ്റ് പറയാനും പറ്റില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നാലും ആ സ്റ്റേറ്റ്മെന്റ് വന്ന് ശരിയായി കഴിഞ്ഞാലും നമ്മൾ ഓംസ് ലോയിലാണോ ക്രിസ്റ്റോഫ് ലോയിലാണോ അത് പറഞ്ഞിട്ടുള്ളതെന്ന് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമ്മളോട് ഇവിടെ പറഞ്ഞത് എന്താണ്? ക്രിസ്റ്റോഫ് ലോ പ്രകാരം എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ക്രിസ്റ്റോഫ് ലോ പ്രകാരം കറക്റ്റ് ആണോ എന്നേ ചോദിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓംസ് ലോ പ്രകാരം കറക്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? ആൻസർ എടുത്ത് എഴുതരുത്. ക്രിസ്റ്റോഫ് ലോ പ്രകാരം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എഴുതാൻ പാടുള്ളൂ അല്ലേ. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ദെൻ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അതായത്
ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക അല്ലേ. ക്ലിയർ ആണല്ലോ അല്ലേ. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. If the resistance of a wire doubles when its temperature increases by 200 degrees Celsius, the temperature coefficient of the resistance is എന്നാണ് ചോദിച്ചുള്ളത്. 0.002 per degree Celsius, 0.003 per degree Celsius, 0.005 per degree Celsius and 0.01 per degree Celsius എന്നാണ് ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താ ചോദിച്ചുള്ളത് അതായത് ഒരു റെസിസ്റ്റൻസ് ഒരു റെസിസ്റ്റൻസ് ഓഫ് എ വയർ അല്ലേ, ഒരു വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത സമയത്ത്, അതായത് ടെമ്പറേച്ചർ എന്ത് ചെയ്തു, പർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 200 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത സമയത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. ഡബിൾ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിയായിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ 5 ഓം ആണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ 10 ഓം ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ടെമ്പറേച്ചർ ഓഫ് കോഫിഷ്യന്റ് എത്രയാണ്, അതായത് നമ്മൾ ആൽഫ കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത്. ടെമ്പറേച്ചർ ഓഫ് കോഫിഷ്യന്റ് റെസിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആൽഫ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ആ മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക? അപ്പോൾ അതിനൊരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ടെമ്പറേച്ചർ ഓഫ് കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ പറഞ്ഞിട്ടുള്ളത്, ആർ ടി, അതായത് പുതിയ റെസിസ്റ്റൻസ് അല്ലേ. ആർ ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, പുതിയ റെസിസ്റ്റൻസ് ആണ് എടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം എന്താണ്, ആർ ടി ഈക്വൽ ടു എന്താ വരുന്നുണ്ടായിരിക്കുക, ആർ ടി ഇസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് പിന്നെ എന്താ നമ്മൾ പറയാറുള്ളത് ആൽഫ, അതായത് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് റെസിസ്റ്റൻസ് ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ് എഴുതാറുള്ളത്. ഇനിയിപ്പോൾ ഡെൽറ്റ ടി എന്നല്ലെങ്കിൽ T0 - T1 എന്നുള്ള രീതിയിൽ എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ ആർ ടി എന്ന് പറയുന്നത് പുതിയ റെസിസ്റ്റൻസ് ആണ്. പുതിയ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നാണ്, പഴയ റെസിസ്റ്റൻസിന് ഡബിൾ ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ പഴയ റെസിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, R0 വരുന്നത്. ദെൻ 1 എന്ന് പറയുന്നത് ജസ്റ്റ് 1 ആൻഡ് ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ദെൻ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്, ആ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ 200 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു എന്ന് മാത്രമേ നമ്മൾ ടെമ്പറേച്ചറിലെ ചേഞ്ച് ആയിട്ട് പറയുന്നുള്ളൂ. അതായത് എത്രയോ ഡിഗ്രി സെൽഷ്യസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, 100 ഡിഗ്രി സെൽഷ്യസ് നിന്നിരുന്ന സാധനമാണെങ്കിൽ അത് എന്ത് ചെയ്തു, 300 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു 200ന്റെ ഇൻക്രീസ് അവിടെ വന്നു, 0 200ലേക്ക് എത്തി എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എടുത്ത് എഴുതാം. അതായത് എന്താണ്, ആദ്യം ആർ ടി നമുക്ക് നോക്കാം അല്ലേ. പുതിയ റെസിസ്റ്റൻസ് എന്തായത്, ഡബിൾ ഓഫ് ദ പ്രീവിയസ് വാല്യൂ, ആദ്യത്തെ വാല്യൂവിൻ്റെ ഡബിൾ ആയി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 2R0 ആയിരിക്കും എന്ന് പറയാം അല്ലേ. ആർ ടി എന്ന് പറയുന്നത്, കാരണം പഴയ റെസിസ്റ്റൻസ് R0 ആണ്, അതിൻ്റെ ഡബിൾ, അപ്പോൾ 2R0 ആയിട്ടുണ്ടാവും എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആർ ടി ഈക്വൽ ടു 2R0 നമുക്ക് ഓൾറെഡി കിട്ടിയ കണ്ടിട്ടാണ് അത് അവിടെ എടുത്ത് എഴുതി കേട്ടോ. ദെൻ ആർ ടിക്ക് പകരമായിട്ട് നമുക്ക് 2R0 കൊടുക്കാം അല്ലേ. അവിടെ 2R0 എന്നുള്ളത് ആ ആർ ടിയുടെ വാല്യൂവിന് പകരമായിട്ട് ഞാൻ എന്ത് കൊടുത്തു, 2R0 കൊടുത്തു. ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു R0 ഉണ്ട് അല്ലേ, ഇവിടെ ഒരു R0 ഉണ്ട്. ദെൻ 1 പ്ലസ് ആൽഫയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ ടിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഉണ്ടായിരുന്നത് 200 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ 200 എന്ന് എഴുതാം കേട്ടോ. 200 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടീൻ്റെ വാല്യൂ ആണ്, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആണ് ഡെൽറ്റ ടി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 200 നമുക്ക് എഴുതിയാൽ മതി, 200 നമുക്ക് കിട്ടി അല്ലേ. ഇനി നോക്കിയേ, ഈ R0യും ഈ R0, കാരണം ഈക്വൽ ടുവിൻ്റെ അവിടെ ഇവിടെ ഒരേ സംഖ്യ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാം. കാരണം അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്, അല്ലാതെ ആടൊന്ന് വരികയാണെങ്കിൽ ക്യാൻസൽ ചെയ്യരുത് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 ഈക്വൽ ടു എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്, 1 പ്ലസ് ആൽഫ ഇൻറ്റു 200, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒന്നുകൂടി എഴുതുകയാണെങ്കിൽ നമ്മൾ നോർമലി എഴുതുന്ന രീതിയിൽ 200 ആൽഫ എന്ന് എഴുതാം അല്ലേ. 2 ഈക്വൽ ടു 1 പ്ലസ് 200 ആൽഫ എന്ന് എഴുതാം അല്ലേ. ഇനിയിപ്പോൾ ഞാനേ ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 ഈക്വൽ ടു എന്ത് കിട്ടിയിട്ടുണ്ടാവും, 200 ആൽഫ എന്ന് കിട്ടിയിട്ടുണ്ടാവും. ദെൻ ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്, 1/200 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നുണ്ടായിരിക്കുക, 0.005 അല്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഇതിപ്പോൾ 0.05 അല്ലാതെ വേറെ ആൻസർ അതിൽ കിട്ടാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 1/200 എന്ന് പറയുമ്പോൾ 1 ഹരിക്കണം 200 എന്നാണ് വരുന്നുണ്ടാവുക അല്ലേ. 1 ഹരിക്കണം 200 എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്താണ്, 5ന്റെ ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ടാവും എന്ന് ഉറപ്പാണ്. 5ന്റെ കൺസെപ്റ്റ് വരുന്ന ഒരൊറ്റ ആൻസർ നമ്മുടെ കയ്യിലുള്ളൂ. അതായത് നമുക്ക് ആൻസർ പറയാൻ എന്താണ്,
ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക എന്ന് പറയാം അല്ലേ. 0.005 പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്ന് പറയാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ എഴുതാട്ടോ, കാരണം നമ്മളെല്ലാ കൺസെപ്റ്റിലും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ തരാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് ആൻസർ നിങ്ങൾ എഴുതുക. അതായത് ഓരോ മെറ്റീരിയൽ, PTCയുടെ ഒരു മെറ്റീരിയൽ, NTCയുടെ ഒരു മെറ്റീരിയൽ, അതേപോലെ തന്നെ ZTCയുടെ ഒരു മെറ്റീരിയൽ കേട്ടോ. ഈ മെറ്റീരിയൽ മൂന്നും, അതായത് PTCക്ക് ഒരു എക്സാമ്പിൾ, ZTCക്ക് ഒരു എക്സാമ്പിൾ ആൻഡ് NTCക്ക് ഒരു എക്സാമ്പിൾ എഴുതുക അല്ലേ. എന്താണ് PTC? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതേപോലെ തന്നെ 0 ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഓരോന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ എഴുതുക കേട്ടോ. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ ഏതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ്, ഏതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആൻഡ് ഏതാണ് 0 ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് എന്നുള്ള രീതിയിൽ ഒന്ന് കമൻറ്റിൽ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പോണേ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? 0.005 ബാർ ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി അല്ലേ. ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. അതായത് നമ്മൾ ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ആൻസർ ആയിട്ട് കിട്ടിയത് അല്ലേ. ക്ലിയർ ആയല്ലോ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് R എന്നാണ് പറഞ്ഞത് കേട്ടോ. റെസിസ്റ്റൻസ് ഓഫ് എ വയർ എന്ന് പറയുന്നത് എത്രയാണ്? R ആണ്. 6 ഓം ആണ് വരുന്നുണ്ടായിരിക്കും അല്ലേ. അതായത് നോർമലി ഒരു റെസിസ്റ്റൻസിന്റെ എന്ന് പറയുന്നത് എത്രയാണ്? 6 ഓം ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെന്താ പറഞ്ഞത്? ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഡബിൾഡ്, ലെങ്ത് എന്ത് ചെയ്യുന്നു? ഡബിൾ ചെയ്യുന്നു. ആൻഡ് ഡയമീറ്റർ ഈസ് ഹാഫ്ഡ്, ഡയമീറ്റർ എന്ത് ചെയ്യുന്നു? ഹാഫ് ആയിട്ട്, പകുതിയായിട്ട് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത് കേട്ടോ. അതായത് ഡയമീറ്റർ എന്ത് ചെയ്യുന്നു? ഡബിൾ ചെയ്യുന്നു. ലെങ്ത് ഡബിൾ ചെയ്യുന്നു, ഡയമീറ്റർ എന്ത് ചെയ്യുന്നു? ഹാഫ് ചെയ്യുന്നു അല്ലേ. അതായത് നമുക്ക് പറയാം എന്താണ്? ലെങ്ത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ലെങ്ത് എന്ത് ചെയ്യുന്നു? ഓക്കെ, ഡബിൾ ആണ് അല്ലേ. ലെങ്ത് ഡബിൾ ആണ്. അപ്പോൾ 2L ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ അവിടെ നമുക്ക് എന്താണ്? ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഡയമീറ്റർ എന്ന് പറയുന്നത് ഹാഫ്, D/2 ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. D/2 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ചേഞ്ച് ഇതാണ്. ആദ്യം ഉണ്ടായിരുന്ന 6 ആയിരുന്നു, പുതിയ ചേഞ്ച് ഇതാണ്. 2L ആയിട്ട് മാറി, അതേപോലെ തന്നെ D/2 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ നോർമലി നമ്മളിത് ചെയ്യുമ്പോഴേ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താ പഠിച്ചുള്ളത്? R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ പറഞ്ഞത്? റോ L ബൈ എ അല്ലേ. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വരുമ്പോൾ R ഈക്വൽ ടു റോ L ബൈ എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ R ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ. എത്ര മതി അല്ലേ. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അതിനാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ റോ നമ്മൾ എന്ത് ചെയ്യാണ്? റെസിസ്റ്റിവിറ്റി ആണ്, കോൺസ്റ്റന്റ് ആണ്. മെറ്റീരിയൽ കൺസെപ്റ്റ് കോൺസ്റ്റന്റ് ആണ്. അവിടെ നമ്മളത് ഓർത്ത് വെക്കണം കേട്ടോ. അതും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ചെയ്യാം അല്ലേ. എന്താ വരുന്നുണ്ടായിരിക്കുക? R ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ആണ്. അതായത് നമുക്കിവിടെ ആദ്യം ഉണ്ടായിരുന്ന L ആയിരുന്നു, പിന്നീട് അത് എന്തായിട്ട് മാറി? 2L ആയിട്ട് മാറി. ഞാനിവിടെ എഴുതുന്നതൊന്ന് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന എന്തായിരുന്നു? L ആയിരുന്നു ലെങ്ത് ഉണ്ടായിരുന്നത്. പിന്നീട് അത് എന്തായിട്ട് മാറി? 2L ആയിട്ട് മാറി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആയിരുന്നെങ്കിൽ പിന്നീട് വരുന്ന റെസിസ്റ്റൻസ് എന്താ വരുന്നുണ്ടാവുക? ഓക്കെ, ജസ്റ്റ് ലെങ്ത് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഉണ്ടായിരുന്നത് L ആയിരുന്നു, അത് 2L ആയിട്ട് മാറി അല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് R ആയിരുന്നെങ്കിൽ പിന്നീട് അത് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? റെസിസ്റ്റൻസും എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 2 ടൈംസ് മാറിയിട്ടുണ്ടാവും അല്ലേ. അതായത് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 2R ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഫസ്റ്റ് ടൈം കഴിഞ്ഞു കേട്ടോ. നമ്മളത് ഫസ്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഉണ്ടായിരുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? D ആയിരുന്നു. പിന്നീട് അത് എന്തായിട്ട് മാറി? D/2 ആയിട്ട് മാറി. അപ്പോൾ അവിടെ നോക്കുക, ഡയമീറ്റർ ഇതിനകത്ത് ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പം നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഏരിയ ഈക്വൽ ടു, അതായത് ഒരു സർക്കുലർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏരിയ ഇസ് ഈക്വൽ ടു π/4d² അല്ലെങ്കിൽ πr² എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയാം അല്ലേ. അപ്പോൾ ഡയമീറ്റർ ആണ്, അതുപോലെ തന്നെ എന്താണ്? റേഡിയസ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഒന്നും പഠിച്ചു വെക്കേണ്ട, ഞാൻ അതോട് മായ്ച്ചു കളഞ്ഞു. എന്താ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്? R ഈസ് ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, കാരണം ഡയമീറ്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ സ്ക്വയർ. അതല്ല, റേഡിയസ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ റേഡിയസ് സ്ക്വയർ അല്ലേ. ഇതാണ് നമ്മൾ ഇക്വേഷൻ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഓർത്ത് വെച്ചില്ലെങ്കിലും ഞാനിവിടെ ചെയ്യുന്ന പോലെ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താലും മതി. അതായത് ആ ഡയമീറ്റർ എന്ന് പറയുന്നത് D/2 ആയ സമയത്ത് നമ്മൾ ഏരിയ എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഏരിയ എന്ന് പറയുന്നത്, കാരണം ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ കുറയുമ്പോൾ നമുക്ക് ഏരിയ കുറയും അല്ലേ. ഇപ്പോൾ ഈ പെണ്ണ് നോക്കി, ഈ പെണ്ണിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണുള്ളത് അല്ലേ. ഞാൻ ഇതൊന്നും കൂടി ഡയമീറ്റർ കുറയ്ക്കുകയാണെങ്കിൽ ഏരിയ കുറയല്ലേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഏരിയ കുറയും. ഏരിയ എത്രയായിട്ട് കുറയുന്നുണ്ടാവും? ഏരിയ എന്ന് പറയുന്നത്
4 ആയിട്ട് കുറയും. എന്തുകൊണ്ട് 4 ആയിട്ട് കുറഞ്ഞു? അതായത് ഏരിയയും ഡയമീറ്ററും തമ്മിലുണ്ടാവുന്ന ബന്ധം എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ബന്ധമാണുള്ളത് അല്ലേ. അപ്പോൾ സ്ക്വയർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയാണോ ചേഞ്ച് വന്നിട്ടുള്ളത് ആ ചേഞ്ചിൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കണം കേട്ടോ. എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പകുതിയായിട്ട് കുറയുന്നു എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, ആ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 3 മടങ്ങായിട്ടാണ് അല്ലെങ്കിൽ 3 ടൈംസ് ആയിട്ട് 3 ടൈംസ് ആയിട്ടാണ് കുറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് എടുക്കേണ്ടായിരുന്നു? 3ന്റെ സ്ക്വയർ എടുക്കേണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഇപ്പോൾ 2ന്റെ സ്ക്വയർ എടുത്തിട്ടാണ് 4 എഴുതിയത്. 3ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് എഴുതായിരുന്നു? 9 എന്ന് എഴുതേണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ നോർമലായി ചെയ്യാറുണ്ട്, അതിനെന്താണ് സ്ക്വയർ ടൈംസ് എടുത്തിട്ട് എഴുതാറുണ്ട്. അങ്ങനെ എഴുതിയാലും മതി. ഇക്വേഷൻ പഠിച്ചു വെച്ചില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് എന്താ വരുന്നുണ്ടാവുക? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏരിയ 4 ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസ് എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക? കൂടാണ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഇത് ഏരിയ 4 ടൈംസ് ആയിട്ട് കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 4 ടൈംസ് ആയിട്ട് അവിടെ കൂടിയിട്ടുണ്ടാവും. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ടൈംസ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് 2 റെസിസ്റ്റൻസ് കിട്ടിയേ. ഇവിടെ ഒന്നും കിട്ടി, ഇവിടെ ഒന്നും കിട്ടി അല്ലേ. അതായത് ആദ്യം ഒരു 2R ആയിട്ട് കൂടി, പിന്നെ ഏരിയ കുറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഒരു 4R ആയിട്ടും കൂടി. അപ്പോൾ നമ്മൾ ഒരു റെസിസ്റ്റർ തന്നെയല്ല ഈ 2 സമയത്തും കൂടിയത്. അതായത് ഒരു റെസിസ്റ്റൻസിന് ഉള്ളതൊക്കെ നോർമലി ഉള്ള ഒരു റെസിസ്റ്റൻസ് തന്നെയല്ല 2 ടൈമിൽ കൂടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ നമ്പർ മാത്രം പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഇങ്ങനെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പർ മാത്രം നോക്കുക. 2 നമ്പറും എന്ത് ചെയ്യാണ്? ഒരേപോലെ തന്നെയാണ് വരുന്നത് അല്ലേ. അതായത് ന്യൂമറേറ്റർ സൈഡിൽ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 4 എത്ര കിട്ടുന്നുണ്ടാവുക? 8. അപ്പോൾ എത്രയാണ്? 8R ആണ് നമ്മളെ റെസിസ്റ്റൻസിന്റെ ഫൈനൽ വാല്യൂ. അതല്ല ഇവിടെ എത്ര വാല്യൂ ആണ് തന്നിട്ടുള്ളത് വെച്ചാൽ ആ വാല്യൂവിനെ കൊണ്ടും കൂടി എന്ത് ചെയ്യുക? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 8R ആണ് കിട്ടുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ പറയാം, ഇവിടെ ഒരു 10 ആണ് വാല്യൂ തന്നിരുന്നത്, 10 ഓം എന്നാണ് തന്നിരുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വാല്യൂ എത്ര കിട്ടുന്നുണ്ടായിരിക്കുക? കമന്റ് ചെയ്യാവോ? എത്ര കിട്ടുന്നുണ്ടാവും പുതിയ വാല്യൂ? 80 ഓം ആണ് കിട്ടുന്നുണ്ടാവുക അല്ലേ. 80 ഓം ആണ് കിട്ടുന്നുണ്ടാവുക. കണ്ടോ? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ ഈ വന്ന ക്വസ്റ്റ്യന് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാല്യൂ ഒക്കെ തന്നിട്ട് നമുക്ക് ഇനിയും ചോദിക്കാം. അപ്പോൾ ആ ചോദിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. എല്ലാം ഇങ്ങനെ ഡബിൾ ചെയ്യുന്നു ഹാഫ് ചെയ്യുന്നു എന്നാവില്ല കേട്ടോ. അവിടെ മാറ്റം വരുന്നുണ്ടാവും. അവിടെ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് ഈ 2 ടേബിൾ ഞാൻ വരച്ച് വെച്ചില്ലേ, ആ 2 ടേബിളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റം വരുത്തേണ്ടി വരും കേട്ടോ. അതായത് ആ ടേബിളിനകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു മാറ്റം അവിടെ നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലേ. ഈ വരച്ച ടേബിളും ഈ വരച്ച ടേബിളും എന്ത് ചെയ്യേണ്ടി വരും? മാറ്റം വരുത്തേണ്ടി വരും. മാറ്റം വരുത്തിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം അല്ലേ. ഓക്കെ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് എ ഡ്രൈ സെൽ എന്നാണ് ചോദിച്ചത് അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഡ്രൈ സെല്ലുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചുള്ളത് അല്ലേ. ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസസ് എ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഡ്രൈ സെൽ മസ്റ്റ് നോട്ട് ബി ഓൾവേസ് ഓപ്പറേറ്റഡ് ഇൻ എ അപ്രൈറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സെൽ ഹാവ് വെൻ ടു എസ്കേപ്പ് ഗ്യാസസ് ജനറേറ്റഡ് ഡ്യൂറിങ് ചാർജ് ഓർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഡ്രൈ സെല്ലുമായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഡ്രൈ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ 2 കാറ്റഗറി ആണ് പറയാറുള്ളത് അല്ലേ, വെറ്റ് സെല്ലും ഡ്രൈ സെല്ലും. വെറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി പോലെ ലിക്വിഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? വെറ്റ് സെൽ എന്ന് വിളിക്കാം. നമ്മൾ സാധാരണ റിമോട്ടിലൊക്കെ ഇടുന്ന ബാറ്ററി പോലെയുള്ള എന്താണ് അല്ലെങ്കിൽ സെല്ല് പോലെയുള്ള കൺസെപ്റ്റിൽ എന്താ വരുന്നുണ്ടായിരിക്കുക? അവിടെ ഇമ്മൊബിലൈസർ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അത് മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഇമ്മൊബിലൈസർ ആയിട്ടുള്ള ആ ഒരു ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡ്രൈ സെല്ലുകൾ എന്ന് വിളിക്കാം അല്ലേ. മേജർ ആയിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ ഉള്ളത് എന്താണ്? പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ്? റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈമറി സെല്ലുകളെന്നും റീചാർജ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? സെക്കൻഡറി സെല്ലുകൾ എന്നാണ് വിളിക്കാറുള്ളത് അല്ലേ. ക്ലാസിഫിക്കേഷൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസസ് എ വോൾട്ടേജ് എന്നാണ് പറഞ്ഞത്. അതായത് ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും തമ്മിലുണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ മുഖേന എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും എന്നാണ് പറഞ്ഞത് അല്ലേ. എവിടെ നടക്കുന്നുണ്ടാവുക? എല്ലാ സെല്ലുകൾക്കകത്തും നമുക്ക് ഡ്രൈ സെല്ലിനകത്തും അറിയാം അല്ലേ. അവിടെ എന്താണ്? അവിടെ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും ആണ് ഉണ്ടാവുക. അതായത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് മെറ്റീരിയൽസ് എന്നാണ് അറിയപ്പെടുന്നുണ്ടാവുക കേട്ടോ. ഒരു സെല്ലിനകത്തുള്ള ഇലക്ട്രോഡിനെയും ഇലക്ട്രോലൈറ്റിനെയും എന്താണ്? ആക്റ്റീവ് മെറ്റീരിയൽ എന്നാണ് അറിയപ്പെടുന്നുണ്ടാവുക. കാരണം എന്താണ്? ആ സെല്ലിനകത്തെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് വിളിക്കാറുള്ളത്. അതായത് ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡയറക്റ്റ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഭാഗങ്ങളാണ് ആക്റ്റീവ് മെറ്റീരിയൽ. അതാണ് എന്ത് ചെയ്യുന്നത്?
ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ, ഇലക്ട്രോഡുകളും ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പറയാം എന്താണ്, ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസസ് എ വോൾട്ടേജ് ആണ് പറഞ്ഞത്. രണ്ട് ഇലക്ട്രോഡ്സും അതേപോലെ തന്നെ എന്താണ് ഒരു ഇലക്ട്രോലൈറ്റും കൂടി ചേർന്ന് അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ മുഖേന എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. രണ്ട് ഇലക്ട്രോഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും അതുപോലെ തന്നെ എന്താണ് ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും അല്ലെങ്കിൽ ഒരു ആനോഡും അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം ഒരു കാഥോഡും എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അവിടെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും എന്നാണ് പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ദ ഡ്രൈ സെൽ മസ്റ്റ് നോട്ട് ബി ഓൾവേസ് ഓപ്പറേറ്റഡ് ഇൻ അപ്രൈറ്റ് പൊസിഷൻ എന്നാണ് പറഞ്ഞത്. ഡ്രൈ സെൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ആ ഒരു അപ്രൈറ്റ് പൊസിഷനിൽ, അതായത് ഡ്രൈ സെൽ മസ്റ്റ് നോട്ട് ബി നാട്ടോ, മസ്റ്റ് നോട്ട് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കറക്റ്റായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് വായിക്കണേ. അതായത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട, അപ്രൈറ്റ് പൊസിഷനിൽ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത് കേട്ടോ, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡ്രൈ സെൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ നോർമലി എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ ഡ്രൈ സെല്ല്, അവിടെ നമ്മളത് അപ്രൈറ്റ് പൊസിഷനിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത് അല്ലേ. എങ്ങനെയൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ വെക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ടിവിയുടെ റിമോട്ട്, മറ്റുള്ള കുറേ റിമോട്ടുകൾ, വാച്ചുകൾ അല്ലേ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈ സെല്ലുകളുണ്ട്. അത് നമുക്ക് ഏത് പൊസിഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, പോർട്ടബിൾ ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഡ്രൈ സെൽ എന്ന് പറയുന്നത് അങ്ങനെ അപ്രൈറ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രം യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധവും ഇല്ല എന്ന് പറയാം അല്ലേ. എന്നാൽ വെറ്റ് സെല്ലുകൾ അങ്ങനെയല്ല. നിങ്ങൾ നമ്മളെ ലെഡ് ആസിഡ് ബാറ്ററി കണ്ടാവും അല്ലേ. ലെഡ് ആസിഡ് ബാറ്ററി എങ്ങനെയാണ്, എപ്പോഴും ഒരു അപ്രൈറ്റ് പൊസിഷനിലല്ല വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വണ്ടികളൊക്കെ വെക്കുകയാണെങ്കിൽ എപ്പോഴും എന്താണ് ഒരു അപ്രൈറ്റ് പൊസിഷനിലാണ് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. വെർട്ടിക്കൽ എന്നുള്ള കൺസെപ്റ്റിനേക്കാൾ കൂടുതലായിട്ട് എപ്പോഴും വെർട്ടിക്കൽ തന്നെ ആയിരിക്കും, ഒരു അപ്രൈറ്റ് പൊസിഷനിലാണ് അത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് ആ മേലെയുള്ള ഭാഗം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ആ ഒരു ഇലക്ട്രോലൈറ്റ് ഒക്കെ ഫില്ല് ചെയ്യുന്ന ഭാഗം അല്ലേ, അതൊക്കെ എപ്പോഴും മേലേക്ക് ആവുന്ന രീതി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമുക്ക് പറയാം എന്താണ്, ഡ്രൈ സെൽ മസ്റ്റ് നോട്ട് ബി ഓൾവേസ് ഓപ്പറേറ്റ് ഇൻ അപ്രൈറ്റ് പൊസിഷൻ എന്ന് പറയുന്നതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം അല്ലേ. പിന്നെ എന്താ പറഞ്ഞത്, ഡ്രൈ സെല്ലുകളിൽ വെന്റുകൾ കൊടുത്തിട്ടുണ്ടാവും. അതായത് ദ സെൽസ് ഹാവ് വെന്റ് ടു എസ്കേപ്പ് ഗ്യാസ് ജനറേറ്റഡ് ഡ്യൂറിങ് ചാർജ് ഓർ ഡിസ്ചാർജ്. അതായത് ഡ്രൈ സെല്ലുകൾ വെന്റുകൾ കൊടുത്തിട്ടുണ്ടാവും. ചാർജ് ഓർ ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് എന്താണ്, ആ ഗ്യാസ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി വെന്റുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഹോളുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. വെന്റ് പ്ലഗുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അതായത് നമ്മൾ എവിടെയാണ് നമ്മൾ വെന്റ് പ്ലഗുകൾ കണ്ടിട്ടുള്ളത്, ലെഡ് ആസിഡ് ബാറ്ററിയിൽ എവിടെ കണ്ടിട്ടുള്ളത് അല്ലേ. ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമ്മൾ വെന്റ് പ്ലഗുകൾ കണ്ടിട്ടുണ്ട്. ഓരോ സെല്ലുകൾക്കും ഓരോ വെന്റ് പ്ലഗുകൾ ഉണ്ടായിരിക്കും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് സെക്കൻഡറി ബാറ്ററിയാണ്. അവിടെ എന്താണ് ലിക്വിഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് നടക്കുന്ന സമയത്ത് ഈ ഡ്രൈ സെല്ലിലും ഉണ്ട് കേട്ടോ സെക്കൻഡറി. അതായത് ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡ്രൈ സെല്ലാണ്, അതൊരു സെക്കൻഡറി ആണ് അല്ലേ. സെക്കൻഡറി കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് അല്ലേ. അപ്പോൾ രണ്ടും കൂടി വരാം കേട്ടോ, അത് ഒന്നിച്ചൊരു ക്ലാസ് ഇതായിട്ട് വരുന്നതല്ല, രണ്ടും കൂടി ആയിട്ട് വരാം. പക്ഷേ അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഹോളുകൾ, കാരണം ബാറ്ററിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ്ലി ഇതാക്കുകയാണ്, നമ്മൾ മൊബൈലൊക്കെ ടൈറ്റ്ലി പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അവിടെ ഒന്നും ഹോളുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു ബാറ്ററിയുടെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സമയത്ത് അതിൻ്റെ ഗ്യാസ് എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോളുകളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല. ഹീറ്റ് വെന്റിലേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും, ഹീറ്റ് വെന്റിലേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും എന്നല്ലാതെ ആ ഒരു ഗ്യാസ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഹോളുകൾ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അതും ബാറ്ററിയുടെ ഉള്ളിൽ നിന്നാവില്ല ആ ഹീറ്റ് വെന്റിലേഷൻ കൊടുക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് ബാറ്ററിയുടെ പുറമെയുള്ള ഭാഗങ്ങൾ, ആ കേസിങ്ങിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും എന്നല്ലാതെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഡയറക്റ്റ് ആയിട്ട് അവിടെ ആ ഒരു ഹോളുകളൊന്നും കൊടുക്കുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ദ സെൽ ഹാവ് വെന്റ് ടു എസ്കേപ്പ് ദ ജനറേറ്റഡ് ഡ്യൂറിങ് ചാർജ് ഓർ ഡിസ്ചാർജ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ചെയ്യുന്നത് എവിടെയാണ്, വെറ്റ് സെല്ലുകളിൽ, പ്രധാനമായിട്ടും നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി പോലെയുള്ള സെല്ലുകളിലാണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ലെഡ് ആസിഡ് സെൽ അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി സെല്ലാണ് എന്ത് ചെയ്യുക, ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും ഒരു പ്രോബ്ലം ആട്ടോ. 4 numbers of 12 volt 80H batteries 80H batteries are connected in series. അതായത് 12 വോൾട്ടിൻ്റെ 80H വരുന്ന 12 വോൾട്ട് 80H വരുന്ന 4 ബാറ്ററിയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ 4 ബാറ്ററി അല്ലേ, കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് 4 ബാറ്ററി നമ്മൾ എന്ത് ചെയ്യാണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. എത്ര വരുന്നത്, 12 വോൾട്ടേജും 80H വരുന്ന 4 ബാറ്ററീസ് നമ്മൾ എന്ത് ചെയ്യണം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു അല്ലേ. പിന്നെ എന്താ പറഞ്ഞുള്ളത്, അനദർ 4 numbers of, ഓരോന്നും വായിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോവുക. കാരണം നമ്മളിത് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് ടൈം നമുക്ക് കൺസ്യൂം ആവും അല്ലേ. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ആദ്യം തന്നെ വായിക്കുമ്പോൾ തന്നെ മാർക്ക് ചെയ്ത് പോവുക കേട്ടോ. അനദർ 4 numbers of series connected 12 volt and 18H ബാറ്ററി എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് എന്താണ്, വീണ്ടും ഒരു 4 നമ്പർ ഓഫ് സീരീസ് കണക്റ്റഡ് 12 volt 18H ബാറ്ററീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്,
പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് 4 ബാറ്ററികൾ വീണ്ടും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്തു, അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. 4 നമ്പേഴ്സ് ഓഫ് സീരീസ് കണക്റ്റഡ് 12 വോൾട്ട് അല്ലേ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അതായത് എന്താണ്, 12 വോൾട്ട് 80 എച്ചിൻ്റെ 4 ബാറ്ററി വീണ്ടും നമ്മൾ എടുത്തു. അതായത് രണ്ടാമത്തെ ഒരു സെറ്റ് എടുത്തു. ഇത് ആദ്യത്തെ ഒരു സെറ്റ് ആയിരുന്നു, രണ്ടാമത് ഒരു സെറ്റും കൂടി നമ്മൾ എടുത്തു. എന്നിട്ട് അതും വീണ്ടും എന്ത് ചെയ്തു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അത് 4 ബാറ്ററി വീണ്ടും എന്ത് ചെയ്തു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞത്, ഈ 2 സെറ്റിനെയും കൂടി നമ്മൾ എന്ത് ചെയ്തു, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു കേട്ടോ. 2 സെറ്റിനെയും കൂടി പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു അല്ലേ. ബാറ്ററീസ് ആർ കണക്റ്റഡ് പാരലൽ ടു ദ ഫസ്റ്റ് സെറ്റ് സീരീസ് കണക്റ്റഡ് ബാറ്ററീസ് എന്ന് പറഞ്ഞിട്ടല്ലേ. ഫസ്റ്റ് സെറ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത ബാറ്ററീസിനോട് പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു. എന്നിട്ട് ചോദിച്ചാൽ എന്താണ്, വാട്ട് ഈസ് ദ എഫക്റ്റീവ് വോൾട്ടേജ് ആൻഡ് ആംപിയർ അവർ റേറ്റിംഗ് ഓഫ് ദ അറേഞ്ച്മെന്റ്. അതായത് അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ, അതായത് ഈ ഒരു പാരലൽ കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ് എന്നുള്ളതും, ഇവിടെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണെന്നുള്ളതും, അതേപോലെ തന്നെ AH കപ്പാസിറ്റി, ആംപിയർ അവർ കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളതുമാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ക്ലിയർ ആയോ, കൺസെപ്റ്റ് ക്ലിയർ ആയോ? 4 സീരീസ് ആയിട്ടുള്ള 4, അതായത് മൊത്തം നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ബാറ്ററി ഉണ്ട്, 8 ബാറ്ററി ഉണ്ട് കേട്ടോ. 8 ബാറ്ററിയിൽ 4 ബാറ്ററി എടുത്തിട്ട് എല്ലാം ഒരേപോലെയുള്ളതാണ്. 8 ബാറ്ററിയും 12 വോൾട്ട് 80 വാട്ട്സിൻ്റെ ബാറ്ററിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ 4 എണ്ണം എടുത്തിട്ട് ഞാൻ ആദ്യം സീരീസ് ആയിട്ട് കൊടുത്തു, അടുത്തൊരു 4 എണ്ണം എടുത്തിട്ട് വീണ്ടും സീരീസ് ആയിട്ട് കൊടുത്തു. ദെൻ ഈ 2 സെറ്റും കൂടി ഞാൻ എന്ത് ചെയ്തു, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. 4 2 സെറ്റായിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ചോദിച്ചുള്ള ടോട്ടൽ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കണം, ടോട്ടൽ AH നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്താണ് സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, എന്താ കൂടുക, വോൾട്ടേജ് ആണ് കൂടുക അല്ലേ, വോൾട്ടേജ് ആണ് കൂടുക. എന്നാൽ പാരലൽ ആയിട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, പാരലൽ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നുണ്ടാവുക, AH കപ്പാസിറ്റി ആണ് എന്ത് ചെയ്യുക, മാറ്റം വരുന്നുണ്ടാവുക. AH കപ്പാസിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവുക. അതായത് സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു, ആൻഡ് പാരലൽ ആയിട്ട് കൊടുക്കുമ്പോൾ എന്താണ്, AH കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, സീരീസ് ആയിട്ട് 4 കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വോൾട്ടേജ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സെറ്റിൽ വോൾട്ടേജ് നോക്കാം അല്ലേ. അപ്പോൾ എന്താ കിട്ടുക, 12 × 4 എത്ര കിട്ടുന്നുണ്ടാവുക, 48 വോൾട്ടേജ് തന്നെയാണ് കിട്ടുന്നുണ്ടാവുക അല്ലേ. 48 വോൾട്ടേജ് ആണ് കിട്ടുന്നുണ്ടാവുക അല്ലേ. രണ്ടാമത്തെ സെറ്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവുക, 12 × 4 തന്നെയാണ് 48 വോൾട്ടേജ് അല്ലേ. അതായത് ഒന്നാമത്തെ ഈ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ഫസ്റ്റ് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ഇവിടെ നമുക്കൊരു 48 വോൾട്ടേജ് കിട്ടി. ദെൻ രണ്ടാമത്തെ ഈ സെറ്റിനകത്ത് ഒരു 48 വോൾട്ടേജ് കിട്ടി അല്ലേ. 2 സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. അതുകൊണ്ട് അവിടുത്തെ ആംപിയർ അവർ കപ്പാസിറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ഒന്നിൻ്റെ ആംപിയർ അവർ കപ്പാസിറ്റി എത്രയാണോ 80 AH തന്നെ ആയിരുന്നു, അത് തന്നെയാണ് ആ സെറ്റിൻ്റെ ആംപിയർ അവർ കപ്പാസിറ്റി ആയിട്ട് കിട്ടുന്നുണ്ടാവും അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഈ 2 സെറ്റിനെയും കൂടി ഇനി പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ വോൾട്ടേജിൽ മാറ്റം ഉണ്ടാവില്ല. അതായത് രണ്ടും സെയിം വോൾട്ടേജ് ആണ്, ആ 2 സെയിം വോൾട്ടേജിനെയാണ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് ഫൈനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, 48 വോൾട്ടേജ് ആണ് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ അല്ലേ. എങ്ങനെ 48 വോൾട്ടേജ്, കാരണം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യില്ല, ഒരു മാറ്റം വരില്ല. അതുകൊണ്ട് 48 വോൾട്ടേജ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അതിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ AH കപ്പാസിറ്റി ഇവിടെ ഒരു 80 AH ഉണ്ട്, ഇവിടെ ഒരു 80 AH ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഫൈനൽ AH കപ്പാസിറ്റി, ആംപിയർ അവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 80 × 2, കാരണം 2 എണ്ണമാണ്, 2 സെല്ലുകളാണ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക, 160 AH ആണ് കിട്ടുന്നുണ്ടാവുക. അതായത് നമുക്ക് എത്ര പറയാം, 48 വോൾട്ടേജും 160 AH ആണ് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുന്നുണ്ടാവുക അല്ലേ. 48 വോൾട്ടേജും 160 AH ആണ് കിട്ടുന്നുണ്ടാവുക. അതായത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക അല്ലേ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആണോ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ. എങ്ങനെ അത് കിട്ടിയെന്നുള്ള ക്ലിയർ ആണല്ലോ. 48 വോൾട്ടേജും 160 AH ആദ്യം നമ്മൾ കണക്ട് ചെയ്തപ്പോൾ 4 ബാറ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ 48 വോൾട്ടേജ് കിട്ടി. ആ 48 വോൾട്ടേജ് ഉള്ള 2 എണ്ണത്തിന് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ 48 വോൾട്ടേജ് തന്നെ കിട്ടി. ദെൻ പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, പിന്നീട് എന്താ ചെയ്തേ, പിന്നീട് അതിനെ നമ്മൾ എന്ത് ചെയ്തു, പിന്നീട് നമ്മളതിനെ 2 കൂടി പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ AH കപ്പാസിറ്റി കൂടുതലായി. ഒന്നിന് 80 AH തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. 4 കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോഴും 80 AH തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ സെറ്റിലും 80 AH തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് 2 കൂടി നമ്മൾ ആഡ് ചെയ്തപ്പോൾ, അതായത് പാരലായിട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 160 AH കിട്ടി അല്ലേ. അതായത് ആ ഫൈനൽ പാക്ക് എന്ന് പറയുന്നത് 48 വോൾട്ടേജും അതേപോലെ തന്നെ 160 AH വരുന്നുണ്ടാവുക. ഫൈനൽ പാക്ക് എന്ന് പറയുന്നത് 48 വോൾട്ടേജും 160 AH ആണ് വരുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ അല്ലേ. എങ്ങനെയാണ് ആ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 48 വോൾട്ടേജ് 160 AH ആണ് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ, ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മാഗ്നറ്റിക് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് നോക്കാം നമുക്ക്. ferromagnetic substance are strongly attracted by a magnet എന്നാണ് പറഞ്ഞത് അല്ലേ. എന്താ പറഞ്ഞത്? ferromagnetic substance എന്താണ്? strongly attracted അല്ലേ. കറക്റ്റ് ആണോ തെറ്റാണോ, ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ് അല്ലേ. കാരണം നമുക്കറിയാം, നമുക്ക് പഠിക്കാനുള്ള 3 പ്രധാനപ്പെട്ട മാഗ്നറ്റിക് മെറ്റീരിയൽ ഏതൊക്കെയാണ്? ഡയ, പാര, ഫെറോ. അതിനകത്ത് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിസം കാണിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? അതായത് നമ്മളെ പെർമിയബിലിറ്റി എന്ന് പറയുന്ന ഒരു 1000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്കൊക്കെ നമുക്ക് എത്തുന്നത് ഏതാണ്ടാവുക? നമ്മുടെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലേ. അപ്പോൾ അതിനെന്താ പറഞ്ഞിട്ടുള്ളത്? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേർഡ് ഓർത്തേക്കണം. സ്ട്രോങ്ലി എന്നുള്ള കേട്ടോ. അട്രാക്ഷൻ ആർക്കും കൂടി കാണിക്കുന്നുണ്ട്. ആരാ അട്രാക്ഷൻ കാണിക്കുന്നുണ്ടാവുക? അന്ന് കമൻറ്റ് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതാണ്, ആരാണ് ആ ഒരു സ്ലൈറ്റ്ലി ഉള്ള ഒരു അട്രാക്ഷൻ കാണിക്കുന്ന മെറ്റീരിയൽ ഏതാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ഒരു സ്ലൈറ്റ്ലി ഉള്ള അട്രാക്ഷൻ കാണിക്കുന്ന മെറ്റീരിയൽ കേട്ടോ. ഓക്കെ, കമൻറ്റ് ചെയ്യേണ്ട നിങ്ങൾ ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, നോക്കാം. ഓക്കെ, അവിടെ എന്താണ്? ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ. അടുത്ത എന്താ പറഞ്ഞത്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഞാൻ ഓൾറെഡി ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കൺസെപ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? സ്ലൈറ്റ്ലി റിപ്പൽഡ് എന്നാ പറഞ്ഞുള്ളത്. ശരിയാണോ? സ്ലൈറ്റ്ലി റിപ്പൽഡ് ആരാ ചെയ്യുന്നുണ്ടായിരിക്കുക? സ്ലൈറ്റ്ലി റിപ്പൽ ചെയ്യുന്നത്, സ്ലൈറ്റ്ലി റിപ്പൽഡ് അല്ലേ. റിപ്പൽ ചെയ്യുന്നത് ആരായിരിക്കും? അത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ. അപ്പോൾ പാര എന്താ ചെയ്യുന്നുണ്ടാവുക? പാരയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പണി ചെയ്യുന്നത് അല്ലേ. എന്താണ്? ഒരു സ്ലൈറ്റ് എന്താണ്? സ്ലൈറ്റ് അട്രാക്ഷൻ കാണിക്കുന്ന ആരാണ്? പാരയാണ് ചെയ്യുന്നുണ്ടാവും അല്ലേ. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ചെയ്യുന്നുണ്ടാവും അല്ലേ. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്താ ചെയ്യുക? ചെറുതായിട്ടൊന്നൊക്കെ അട്രാക്ട് ചെയ്യും അല്ലേ. ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യണം, അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അട്രാക്ഷൻ നാച്ചുറൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കാണിക്കുന്നുണ്ടാവും. ഒരു സ്ലൈറ്റ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കാണിക്കുന്നുണ്ടാവും എന്ന് പറയാം അല്ലേ. അപ്പോൾ നോക്കാം. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. സ്ലൈറ്റ്ലി അട്രാക്റ്റഡ്, അവിടെ വീണ്ടും തെറ്റിച്ച് കൊടുത്തു. എന്താണ്? സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് എന്നാണ് ഓർത്തത്. സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ആരാന്ന് പറഞ്ഞത്? അത് പാരയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അതായത് ഇവിടെ നമുക്ക് ഏത് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ട് കിട്ടുന്നുള്ളൂ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? ശരിയായിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കി 2 സ്റ്റേറ്റ്മെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് കൊടുത്തത് അല്ലേ. ഇവിടെ പറയേണ്ടത്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയേണ്ടത് ഡയാമാഗ്നറ്റിക്സിനെ കുറിച്ചായിരുന്നു. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയേണ്ടത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കുറിച്ചായിരുന്നു പറയേണ്ടത് അല്ലേ. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയാം അല്ലേ. അതായത് ഓൺലി 1 എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലേ. അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ലെറ്റ് L1 and L2 are the coefficient of self inductance of 2 coils. അപ്പോൾ ക്ലിയർ ആട്ടെ. കാരണം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഒരു 5 ലൈനോളം ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ 6 ലൈൻ ഉണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾമോസ്റ്റ് 5 ലൈൻ 6 ലൈനോളം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ വായിച്ചു നോക്കണം. പക്ഷേ ആൻസർ വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ റെയർ ഫാക്ടറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. ലെറ്റ് L1 and L2 are the coefficient of self inductance of a 2 coils എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് 2 കോയിലിൽ ഒന്നാമത്തെ കോയിലിൻ്റെ L1 എന്നാണ് ഇൻഡക്റ്റൻസ്, രണ്ടാമത്തെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് L2 ആണ്. അങ്ങനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. M എന്ന് പറയുന്നത് ഈ 2 കോയിലിനും ഇടയിൽ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്? M എന്ന് പറയുന്നത്. അതായത് L1 എന്ന് പറയുന്നത് ഒന്നാമത്തെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ്, L2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ്. ദാൻ M എന്ന് പറയുന്നത് എന്താണ്? ഈ 2 കോയിലുകൾക്കും ഇടയിൽ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? M എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ M, L1, L2 ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ചെടുത്തു അല്ലേ. ദെൻ അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് 5-1 എന്ന് പറഞ്ഞിട്ടുണ്ട്. 5-1 എന്താണ്? ഈസ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 കോയിൽ ഡ്യൂ ടു കറന്റ് I ഫ്ലോയിങ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇൻ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക? 5-1 എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ 5-1 എന്ന് പറയുന്നത്. ആ 5-1 എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് ആണ് അല്ലേ. അതായത് ഒന്നാമത്തെ കോയിലിൽ ഉണ്ടാവുന്ന ഫ്ലക്സിനെയാണ്,
ഒന്നാമത്തെ കോയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കോയിലേക്ക് നമ്മൾ I എന്ന് പറഞ്ഞ കറണ്ട് കടത്തി വിട്ട സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ഫ്ലക്സിനെയാണ് φ1 എന്ന് വിളിക്കുന്നത്. ഞാൻ അടുത്ത് എന്താ പറഞ്ഞത്, കോയിൽ ഡ്യൂ ടു കറണ്ട് I ഫ്ലോ ഇൻ ടു അല്ലേ. φ2 ഇസ് ദ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ അനദർ കോയിൽ. അതായത് φ2 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് φ2 എന്ന് വിളിക്കുന്നത്. അതർ കോയിൽ എന്ത് ചെയ്യാണ്, ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ φ2 എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഇക്വേഷൻ എന്താ, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഇക്വേഷൻ എന്താ, ഇത്രയേ ഉള്ളൂ അല്ലേ ക്വസ്റ്റ്യൻ. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഇക്വേഷൻ എന്താ, ഇതാണ് നമ്മളോട് ചോദിച്ചില്ലേ. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഇക്വേഷൻ എന്താന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. എന്തായിരിക്കും കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഇക്വേഷൻ? ഞാൻ അതാ പറഞ്ഞേ, ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കി വരുമ്പോൾ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാ അല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഇക്വേഷൻ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതായത് നമ്മുടെ കെയുടെ ഇക്വേഷൻ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് കെയുടെ ഇക്വേഷൻ എന്താണ് എന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. കെയുടെ ഇക്വേഷനായിട്ട് നമ്മൾ എന്താ പറയുന്നത്, അതായത് ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിവൈഡ് ബൈ നമ്മൾ തിയററ്റിക്കലി പറയുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അതായത് √L1 × L2 അല്ലേ. ഇതാണ് നമ്മൾ കെയുടെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഇക്വേഷനായിട്ട് പറയാറുള്ളത്. അപ്പോൾ കെ ഈക്വൽ ടു എന്താണ്, M ഡിവൈഡ് ബൈ √L1 × L2 എന്നാണ് പറയാറുള്ളത് അല്ലേ. അതായത് ഓപ്ഷൻ ഏതാ കിട്ടുന്നുണ്ടായിരിക്കുക, ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. കെ ഈക്വൽ ടു എന്താണ്, M ഡിവൈഡ് ബൈ √L1 × L2 അല്ലേ. √L1 × L2 കേട്ടോ, അവിടെ L1 × L2 അല്ലേ. അപ്പോൾ ക്ലിയർ ആയല്ലോ കൺസെപ്റ്റ്. അതാണ് ഓപ്ഷൻ ബി ആണ് നമുക്ക് എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവും അല്ലേ. ദെൻ ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത്, കെയുടെ വാല്യൂ എവിടെ നിൽക്കുന്നുണ്ടാവും അതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to 1 ആണ് വരുന്നുണ്ടാവുക. 0 ആണ് കെ വരുന്നതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക, അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നുണ്ടാവില്ല കേട്ടോ. അതായത് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഫ്ലക്സ് ലിങ്കിങ് നടക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യനിലൊക്കെ പറയാം അവിടെ എന്ത് ചെയ്യണം, അത് ഐസൊലേറ്റ് ആയിട്ട് വരികയാണെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്, 0 ആണ്. കാരണം അവിടെ ഫ്ലക്സ് ലിങ്കിങ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നടക്കുന്നുണ്ടാവില്ല. ഇനി ചില ക്വസ്റ്റ്യനിൽ പറയാൻ എന്താണ്, പൂർണ്ണമായിട്ടും ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ പറഞ്ഞൂലേ, ആക്ച്വലി കട്ട് ചെയ്യുന്നത് എമ്മും ആൻഡ് നമുക്ക് എന്ത് ചെയ്യണം, ഈ √L1 × L2 എന്ന് പറഞ്ഞാൽ എന്താണ്, തിയററ്റിക്കലി നമ്മൾ പറയുന്നത്, അതായത് നമ്മൾ എത്രത്തോളം ഫ്ലക്സ് കടന്ന് കൊടുക്കുന്നുണ്ട് ആ ഫ്ലക്സിനൊക്കെ കട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുന്നതാണ് √L1 × L2 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമ്മിന്റെ വാല്യൂം √L1 × L2 എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. അതായത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആണ് വരുന്നുണ്ടാവുക കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇക്വേഷൻ ഉണ്ടാവാറുണ്ട്, അതായത് 1 ആണ് കെയുടെ വാല്യൂ വരുന്നുണ്ടെങ്കിൽ M = എന്താ വരുന്നുണ്ടാവുക, √L1 × L2 ആണ് വരുന്നുണ്ടാവുക അല്ലേ. അതേപോലെ തന്നെ 0 ആണ് വരുന്നുണ്ടെങ്കിൽ M = എന്താ വരുന്നുണ്ടായിരിക്കുക, 0 ആണ് വരുന്നുണ്ടാവുക. അതായത് K = 0 ആണ് വരുന്നുണ്ടാവുക, അതുകൊണ്ട് M = 0 ആണ് വരിക. അപ്പോൾ എമ്മിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ ചോദിക്കാറുണ്ട്. എമ്മിന്റെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ വരുന്നുണ്ടാവുക, M = K × √L1 × L2 അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, കെയുടെ വാല്യൂ 1 ആണ് വരുന്നതെങ്കിൽ M = എന്താണ്, അതായത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ M = എന്താ വരുന്നുണ്ടാവുക, √L1 × L2 ആണ് വരുന്നുണ്ടാവുക. ഒന്നും കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഐസൊലേറ്റ് ചെയ്ത് കിടക്കുകയാണ്, രണ്ട് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നില്ല, മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ 0 ആണ് വരുന്നുണ്ടാവുക. അതായത് M = 0 ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് വെൻ ദ കറന്റ് ത്രൂ ആൻ ഇൻഡക്റ്റീവ് കോയിൽ ഡിക്രീസസ് ഫ്രം 8 ആംപിയർ ടു 0, അതായത് ഒരു കറന്റ് എന്ന് പറയുന്നത് 8 ആംപിയറിന് 0ലേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റം വരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ 0.4 സെക്കൻഡ്, 0.4 സെക്കൻഡിലാണ് ഈ മാറ്റം അവിടെ സംഭവിക്കുന്നത് അല്ലേ. ദെൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, എ 40 വോൾട്ട് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇട്ട്, അങ്ങനെ 8 ആംപിയറിന് 0ലേക്ക് മാറുന്ന സമയത്ത് അവിടെ 40 വോൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്, EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ ചോക്ക് കോയിൽ ഈസ് ഡാഷ് ഹെൻറി, ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് 5, 10, 64 ആൻഡ് 2 എന്നാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത് അല്ലേ. 5 ഉണ്ട്, 10 ഉണ്ട്, 64 ആൻഡ് 2 ഉണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പറഞ്ഞുള്ള കാര്യങ്ങൾ നോക്കേ. ഒരു ചോക്ക് കോയിൽ ഉണ്ട്, ആ ചോക്ക് കോയിൽ ഇൻഡക്റ്റീവ് കോയിൽ അല്ലേ, ഒരു ഇൻഡക്റ്റീവ് കോയിൽ ഉണ്ട്. ആ ഇൻഡക്റ്റീവ് കോയിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത്, ഇൻഡക്റ്റീവ് കോയിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് 8 ആംപിയർ കറണ്ട് ആയിരുന്നു ആദ്യം പോയിണ്ടായിരുന്നത്. അതെന്ത് ചെയ്തു, കറണ്ട് നേരെ കുറച്ചിട്ട് എത്രയൊക്കെ 0 ആംപിയറിലേക്ക് എത്തിച്ചു അല്ലേ. അങ്ങനെ ആയപ്പോൾ അതായത് ചേഞ്ച് സംഭവിച്ചു. ഈ ചേഞ്ച് സംഭവിക്കാൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, 0.4 സെക്കൻഡ് എന്ന് പറയുന്നത്, 0.4 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ 8 ആംപിയറിന് 0 ആംപിയറിലേക്ക് കറണ്ട് എത്തിയത് അല്ലേ. അപ്പോൾ നമുക്ക് നോർമലി ഒരു AC ആലോചിച്ചാൽ മതി.
പീക്ക് വാല്യൂ 8 ആയിരുന്നു, അവിടെ എന്ത് ചെയ്തു 0.4 സെക്കൻഡ് കൊണ്ട് എവിടേക്ക് എത്തി 0ലേക്ക് എത്തി എന്നുള്ളത് കരുതാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ സംഭവിച്ചു എന്ന് കരുതാം. അങ്ങനെ സംഭവിച്ച സമയത്ത് അവിടെ എന്ത് ചെയ്തു, ആ കോയിൽ എന്തുണ്ടാവും, ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടായി. കാരണം കറണ്ടിൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സിന് അവിടെ തന്നെ എന്ത് ചെയ്യും, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് അവിടെ നടക്കും അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. ആ ഫ്ലക്സിനെ അവിടെ കട്ട് ചെയ്ത് അവിടെ തന്നെ എന്ത് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് വിളിക്കാറില്ല അല്ലേ. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFൽ ഏതാണ്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാറില്ല അല്ലേ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാറില്ലേ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അതായത് നമ്മളെ ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം അവിടെ എന്ത് ചെയ്യാണ്, EMF ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഫ്ലക്സിൽ എങ്ങനെ ചേഞ്ച് വന്നേ, കറണ്ടിൽ മാറ്റം വന്നപ്പോൾ അവിടെ ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ എന്ത് ചെയ്തു, 8 ആമ്പിയർ 0 ആമ്പിയറിലേക്ക് കറണ്ട് മാറിയപ്പോൾ ഫ്ലക്സ് എന്ത് ചെയ്തു, അതേപോലെ തന്നെ മാറ്റം വന്നു. കാരണം ഫ്ലക്സിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്, കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അതായത് നമുക്കറിയാം എന്താണ് ഫ്ലക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MMF എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നുണ്ടാവുക അല്ലേ. MMF = N × I എന്നാണ് പറയുന്നുണ്ടാവുക. അതായത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കറണ്ട് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഫ്ലക്സ് അവിടെ കുറഞ്ഞു. അപ്പോൾ ഈ ഫ്ലക്സ് ഗ്രാജുവലി ആയിട്ട് കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, അവിടെ EMF എന്ത് ചെയ്തു, ഇൻഡ്യൂസ് ചെയ്തു. കാരണം ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ആ ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് അവിടെ എന്താണ്, ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നതോട് സംഭവിച്ചപ്പോൾ അവിടെ എന്താണ്, ഒരു സ്റ്റാറ്റിക്കൽ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി അല്ലേ. അതിനകത്ത് സ്റ്റാറ്റിക്കൽ ഇൻഡ്യൂസ്ഡ് EMF ആണ് ഉണ്ടായിട്ടുണ്ടാവുക. ഈ സ്റ്റാറ്റിക്കൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 40 വോൾട്ടേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചുള്ളത്, അങ്ങനെയാണെങ്കിൽ ഈ ചോക്ക് കോയിൽ എത്ര ഹെൻറി ഉണ്ട്, ആ ചോക്ക് കോയിൽ എത്ര, അതിൻ്റെ ഇൻഡക്റ്റൻസ് എത്രയാണ്, എത്ര ഹെൻറി ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, നമ്മൾ ഇക്വേഷൻ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ആണ് E = LdI/dt. ഞാൻ മൈനസ് ഒക്കെ ഒഴിവാക്കിയതാണ്. ജസ്റ്റ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻസിൻ്റെ കൺസെപ്റ്റിലൊന്നും പ്രോബ്ലം ചെയ്യുമ്പോൾ മൈനസ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ എഴുതിയത് കേട്ടോ. അപ്പോൾ LdI/dt അല്ലേ. ദെൻ നമുക്ക് ഇനി Lന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. DI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൽ ഉണ്ടായിരുന്ന ചേഞ്ച് അല്ലേ. കറണ്ടിൽ എത്ര ചേഞ്ച് ഉണ്ടായത് നോക്കിയേ, എത്ര ഉണ്ടായേ, 8 ആമ്പിയറിന് 0 ആമ്പിയറിലേക്കാണ് മാറി അല്ലേ. 8 - 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 8 ആമ്പിയറിന്റെ ചേഞ്ച് ആണ് അവിടെ സംഭവിച്ചത്. ദെൻ ടൈമിൽ എത്ര മാറ്റം ഉണ്ടായേ, ടൈമിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ്, 0.4 സെക്കൻഡ് കൊണ്ടാണ് ഈ ചേഞ്ച് അവിടെ നടന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ടൈമിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 0.4 സെക്കൻഡ് ആണ്. അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയായിരുന്നു, ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് എന്ന് പറയുന്നത് 40 വോൾട്ടേജ് ആയിരുന്നു. ദെൻ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, എന്താ ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കുക, L = 14 × 40 × 0.4/8 എന്ന് കിട്ടും അല്ലേ. ഞാൻ ജസ്റ്റ് തല തിരിച്ച് എഴുതാം, അതായത് നമ്മളിപ്പോൾ നേരെ എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ പോയാൽ 0.4 × 8 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് കിട്ടും, ഇവിടെ നമുക്കിത് ക്യാൻസൽ ആയി പോകും. അതായത് 8ഉം 5ഉം അല്ലേ, 8 × 5 40 ആണ്. അവിടെ 5 × 0.4 എന്ന് കിട്ടുന്നതാണ്. 5 × 0.4 എന്ന് പറയുമ്പോൾ 2 ഹെൻറിയാണ്. 2 നമുക്ക് ആൻസർ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടാവും കേട്ടോ. 2 നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ അല്ലേ, എങ്ങനെ നമുക്ക് കിട്ടിയെന്നുള്ള. അപ്പോൾ 2 ഹെൻറി കേട്ടോ, 2 ഹെൻറിയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ആ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ ആയിരുന്നു എന്ത് ചെയ്ത്, 2 ഹെൻറി എന്ന് പറയുന്നത് അല്ലേ. ക്ലിയർ ആയോ, കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് 2 capacitors 10 microfarad each are connected in series across a 20 volt supply. How much charge is stored in the circuit എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 200 മൈക്രോകൂളം, 100 മൈക്രോകൂളം ആൻഡ് 2 മൈക്രോകൂളം ആൻഡ് 2 കൂളം എന്നാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 110/2022 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കോഡിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യൻ കോഡിൻ്റെ നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞത്, എ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് 2 capacitors എന്താണ് 10. നമ്മൾ നേരത്തെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കോഡ് മാത്രമേ അവിടെ കൊടുത്തുന്നുള്ളൂ. ബാക്കി എല്ലാം നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മളൊരു റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എക്സാമിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാം നമുക്ക് നമ്മളൊരു സിലബസ് പാറ്റേൺ അനുസരിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് ഓക്കെ ഇതാക്കുക, എല്ലാം അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, ഒരു 10 മൈക്രോഫാരഡ് എന്ത് ചെയ്യുന്നുണ്ട്, 2 കപ്പാസിറ്റർ നമ്മളെ കയ്യിലുണ്ട് അല്ലേ. 10 മൈക്രോഫാരഡുള്ള 2 കപ്പാസിറ്റർ നമ്മളെ കയ്യിലുണ്ട്. 2 കപ്പാസിറ്റർ നമ്മളെ കയ്യിലുണ്ട്. ഈ 2 കപ്പാസിറ്റർ നമ്മൾ എങ്ങനെയാണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത് അല്ലേ. സീരീസ് കണക്ട് ചെയ്തു. എത്ര വോൾട്ടേജ് അക്രോസ് ആണ്, 20 വോൾട്ടേജ്
വോൾട്ടിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. രണ്ട് കപ്പാസിറ്റർ 20 വോൾട്ടിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്തു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ദെൻ നമ്മളോട് എന്താ പറഞ്ഞുള്ളത്, ഹൗ മച്ച് ചാർജ്, ഇവിടെ എത്ര ടോട്ടൽ ചാർജ് ഉണ്ടാവും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സി ഇക്വാലന്റ് ഇൻറ്റു വി കേട്ടോ. അതായത് ആ ഒരു സർക്യൂട്ടിലെ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സി ഇക്വാലന്റ് ഇൻറ്റു വി ടി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ വി അപ്ലൈഡ് വോൾട്ടേജ് എന്നുള്ള രീതിയിൽ സപ്ലൈ വോൾട്ടേജ് എന്നുള്ള വി എസ് നമുക്ക് എടുക്കാം കേട്ടോ. അത് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് നമുക്ക് ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. കാരണം ടോട്ടൽ വോൾട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എന്താണ് 20 വോൾട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സി ഇക്വാലന്റ് വേണം അല്ലേ. സി ഇക്വാലന്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം എന്താണ് 1/C ഇക്വാലന്റ് എന്ന് എഴുതുന്നത് 1/C1 + 1/C2 എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ സി ഇക്വാലന്റ് എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു രണ്ടും ഒരേപോലത്തെ കപ്പാസിറ്റർ അല്ല ഇവിടെ പറഞ്ഞിട്ടില്ല. 10 മൈക്രോഫാരഡിന്റെ 2 കപ്പാസിറ്റർ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒരേപോലെയുള്ള കപ്പാസിറ്റർ ഇതേപോലെ സീരീസ് ആയിട്ട് ഇപ്പോൾ റെസിസ്റ്ററിന്റെ കേസിൽ പാരലായിട്ട് കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നേരെ നമ്മൾ എണ്ണത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അതായത് നമുക്കറിയാം എന്താണ് സി ഇക്വാലന്റ് ഈക്വൽ ടു എന്താ കിട്ടുന്നുണ്ടാവുക, അവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ എത്രയാണോ നമ്പർ ഉള്ളത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കാരണം നമുക്ക് സീരീസ് ആകുമ്പോൾ ചെയ്യുമ്പോഴും റെസിസ്റ്ററിന്റെ കേസിൽ പാരലായിട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി അല്ലേ. കാരണം കപ്പാസിറ്റൻസിന് വാല്യൂ ആണെങ്കിൽ ഇവിടെ കുറയാണ് ചെയ്യുക, റെസിസ്റ്ററിന്റെ വാല്യൂ ആണെങ്കിൽ പാരലൽ എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് 10 മൈക്രോഫാരഡ് ആണ് വരുന്നത്. 10/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവുക, 10 മൈക്രോഫാരഡിന്റെ 2 കപ്പാസിറ്റർ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അല്ലേ. അപ്പോൾ 10/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നുണ്ടായിരിക്കാം, 5 മൈക്രോഫാരഡ് എന്നാണ് കിട്ടുന്നുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ഇപ്പോൾ നമുക്കിവിടെ മൈക്രോ കൂളം എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനിലും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഒരുവിധം നിങ്ങൾ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്യുമ്പോൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമുക്കിത് ഈ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചോദിക്കുമ്പോഴേ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ പല യൂണിറ്റിലൊക്കെ നമുക്ക് തരാറുണ്ട്, യൂണിറ്റ് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതൊരു കൺഫ്യൂഷൻ ആവും കേട്ടോ. നമുക്കിപ്പോൾ യൂണിറ്റ് കൺവേർഷൻ ഒക്കെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഉള്ള യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ തന്നെ കൺവേർട്ട് ചെയ്യുക കേട്ടോ. കൺവേർട്ട് ചെയ്ത് എഴുതി വെക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്നും എഴുതണ്ട, കൺവേർട്ട് ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ 5 മൈക്രോഫാരഡ് എന്ന് പറയുമ്പോൾ മൈക്രോ ആണ്. മൈക്രോ ആകുമ്പോൾ എന്താണ് 10⁻⁻6 ആണ് വരുന്നുണ്ടാവും അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, 5 × 10⁻⁻6 ഫാരഡ്. മൈക്രോ മാറിയിട്ട് പിന്നെ എന്തായി മാറി, അത് ഫാരഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ. ദെൻ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, അവിടുത്തെ ക്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ക്യൂയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞെന്താണ്, ക്യൂ ഈക്വൽ ടു എന്താ പറഞ്ഞത്, ടോട്ടൽ കപ്പാസിറ്റൻസ്, അതായത് സി ഇക്വാലന്റ് അത് എത്ര കിട്ടിയത് നിങ്ങൾക്ക്, 5 × 10⁻⁻6 ഇൻറ്റു പിന്നെന്താ പറഞ്ഞത്, അവിടുത്തെ ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് എത്ര കിട്ടിയത്, 20 അല്ലേ, 20. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 20 × 5 എന്ന് കിട്ടി. അപ്പോൾ 20 × 5 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 × 10⁻⁶ എന്താ കിട്ടുന്നുണ്ടാവുക, ഇവിടെ ക്യൂ ആവുകൊണ്ട് കൂളോം എന്നാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലേ, കൂളോം എന്നാണ് കിട്ടുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ നോക്കുക 100 × 10⁻⁻6 ആണ്, അവിടെ 10⁻⁻6 നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോ ആയിട്ട് എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ എന്ത് ചെയ്യുന്നുണ്ടാവും, കിട്ടുന്നുണ്ടാവും, മാറിപ്പോകരുതെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളത് പഠിച്ചു വെക്കുമ്പോൾ നമുക്ക് എന്താണ് എല്ലാ കാര്യത്തിലും, ഇപ്പോൾ അഥവാ അങ്ങനെ ഇങ്ങനെ വന്നിട്ടില്ല, യൂണിറ്റൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്താൽ തരുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എഴുതാം എന്താണ്, 10⁻⁻6 വന്നുകൊണ്ട് ഞാനിതിനെ ആ ഒരു 10⁻⁻6 അവിടെ ഒഴിവാക്കുകയാണെങ്കിൽ 100 മൈക്രോ കൂളം എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അതായത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആയില്ലേ, ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ അല്ലേ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ കോയിൽ ഏരിയ 0.02 മീറ്റർ സ്ക്വയർ. കോയിലിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 0.02 മീറ്റർ സ്ക്വയർ ആണ്. പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.3 ടെസ്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ കോയിൽ എന്നാണ് ചോദിച്ചത് കേട്ടോ. വാട്ട് ഇസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ കോയിൽ എന്നാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂസിങ് ഉണ്ടാവും. നമ്മളിപ്പോൾ നോർമലി പഠിച്ചുള്ള ഇത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്കിപ്പോൾ നമ്മളൊരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ കൺഫ്യൂസിങ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഈക്വൽ ടു എന്താണ്, ഫ്ലക്സ് പെർ ഏരിയ. ഇതാണ് നമ്മൾ പഠിച്ചുള്ളത് അല്ലേ, ഫ്ലക്സ് പെർ ഏരിയ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദെൻ ഫ്ലക്സ് ഡെൻസിറ്റി, ഫ്ലക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല. ഫ്ലക്സ് ഈക്വൽ ടു എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഇത്ര മാത്രം നമ്മൾ എടുത്താൽ മതി അല്ലേ. അതായത് 0.02 മീറ്റർ സ്ക്വയർ ആണ് എന്ത് ചെയ്യുന്നത്, ഏരിയ പറഞ്ഞിട്ടുള്ളത് 0.3 ടെസ്ല. അത് ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. പക്ഷേ ശരിക്കും എൻ്റെ ഇക്വേഷൻ എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു റയർ ഫാക്ട് മാത്രമാണ് ഇവിടെ പറയുന്നത്, നമുക്ക് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല.
BA cos theta എന്നാണ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മളെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, തന്നിട്ടുണ്ട്. അതായത് BA cos theta എന്നാണ് നമ്മൾ പറയുന്നുണ്ടാവുക. BA cos theta എന്ന് പറയുന്നത് അവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ കോയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ആ ഒരു ഫ്ലക്സിന്റെ കൺസെപ്റ്റിൽ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ cos 90 എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് വരിക. അതായത് cos 90 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ 0 എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറും അല്ലേ. പക്ഷേ 0 നമുക്ക് ഓപ്ഷനുമായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത്രയേ ഉള്ളൂ. പെർപെൻഡിക്കുലർ എന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ശരിക്കും അതായത് ഞാനിപ്പോൾ ഇവിടെ നിലത്ത് നിൽക്കല്ലേ, അപ്പോൾ ഞാൻ നിലത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല ഞാൻ നിൽക്കുന്നത്. ഇനി എൻ്റെ മേലെ ഇവിടെ ഫ്ലക്സ് കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഡയറക്ഷനിൽ തന്നെ ഫ്ലക്സ് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നുണ്ടായിരിക്കുക, അവിടെ 0 അല്ല വരുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ നിൽക്കുകയാണ്, ഞാൻ തന്നെ ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലക്സിൻ്റെ ഒരു ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മേലെ എല്ലാ ഫ്ലക്സും വരുന്നുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് 0 ആയിട്ട് എടുക്കണ്ട. അങ്ങനെ ക്വസ്റ്റ്യൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് 90 ഡിഗ്രി ആയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞാൽ അത് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ മാത്രം കേട്ടോ, പെർപെൻഡിക്കുലർ അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞു വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ ഒരു കൺസിഡറേഷൻ എടുക്കണ്ട കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവിടെ നിന്ന് തന്നെ ഒഴിവാക്കിക്കോ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, cos 90 നല്ല അവിടെ എടുക്കണ്ട കേട്ടോ. ജസ്റ്റ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ അവിടെ നിൽക്കുന്നതാണ്, എന്നെ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അവിടെ മാറ്റം വരുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഞാനാണ് എന്ത് ചെയ്യുന്നത്, നിലത്ത് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്, എൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്ന കൺസെപ്റ്റ് കേട്ടോ. അതുകൊണ്ട് രണ്ടും കൂടി നോക്കുന്ന സമയത്ത് എന്താണ് 0 ഡിഗ്രി എന്നാണ് വരുന്നുണ്ടാവും കേട്ടോ. കൺഫ്യൂഷൻ ആക്കണ്ട, ഒഴിവാക്കിക്കോ കേട്ടോ. ജസ്റ്റ് അത് എത്ര എന്താ മതി, നമുക്ക് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കൺസെപ്റ്റ് 1 ആക്കി എടുത്താൽ മതി, നമുക്ക് പെർപെൻഡിക്കുലർ വരുള്ളൂ കേട്ടോ. അത് കൺസെപ്റ്റ് 1 ആക്കി എടുത്താൽ മതി. 1 ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇക്വേഷൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുത്ത് വെച്ചാൽ മതി, എടുത്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തീറ്റ ആ ഒരു 5 എന്താണ് BA എന്നാണ് കിട്ടുന്നുണ്ടാവുക. B എന്ന് പറയുന്നത് എത്രയാണ്, 0.02 ആണ്, 0.02 ആണ്. ആൻഡ് B എന്ന് പറയുന്നത് 0.3 അല്ലേ, 0.3 ആണ്. ആൻഡ് A എന്ന് പറയുന്നത് എത്രയാണ്, 0.02 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.06 അല്ലേ, 0.006 അല്ലേ. 0 പോരാ, ഒരു 0 ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ, 2 പോയിന്റ് ഇവിടെ അല്ലേ, അപ്പോൾ 3 പോയിന്റ് വേണേ. ടോട്ടലി 0.006 അല്ലേ. അപ്പോൾ എന്താ കിട്ടുന്നുണ്ടാവുക, ആൻസർ 0.006 കേട്ടോ. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട്, C ആണ് ആൻസർ ആയിട്ട് കിട്ടുക കേട്ടോ. അത് 0.006 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിനോ കൺസെപ്റ്റോ എടുത്തിട്ടില്ല. എല്ലാം നമ്മൾ റിലേറ്റ് ചെയ്ത് നമുക്ക് നടന്നിട്ടുള്ള പല എക്സാംസിലായിട്ട് നടന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, കുറച്ചും കൂടി റയർ ഫാക്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈവൻ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ വരെ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് കൊണ്ട് 2025 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 10 ക്വസ്റ്റ്യനും 10 റയർ കൺസെപ്റ്റിലും നമുക്ക് അല്ലെങ്കിൽ ന്യൂമറിക്കലും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും റയർ ആയിട്ടും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു അല്ലേ. അപ്പോൾ ഇതേപോലത്തെ പറഞ്ഞു, ഇതേപോലത്തെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു 10ഓ 20ഓ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് എല്ലാ മോഡ്യൂളിലും കൂടി ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും. ഒരു മോഡ്യൂളിൽ തന്നെ എല്ലാം കൂടി ചോദിക്കുകയല്ല ചെയ്യുന്നുണ്ടാവും, എല്ലാ മോഡ്യൂളും കൂടി നമ്മൾ 10 മോഡ്യൂളും കൂടി ആയിട്ട് ഒരു 10ഓ 20ഓ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളെ റാങ്ക് മേക്കിംഗ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നുണ്ടാവുക. അതായത് റാങ്ക് ഹയർ ആയിട്ട് പോകുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള നോർമൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗൈഡൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ക്ലാസ്സുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കൺസെപ്റ്റും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സെഷൻ അല്ലേ, ഓണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സെഷൻ നമുക്ക് തന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് എന്താണ്, 2ാമത്തെ മോഡ്യൂളും 3ാമത്തെ മോഡ്യൂളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങളിതിന് ഒരു പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ക്രാഷ് ബാച്ചിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഓഫേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ഒരു ഗൂഗിൾ ഫോമും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് ബാച്ച് വർക്ക് ചെയ്യുന്നത്, അതൊരു കറക്റ്റായിട്ടുള്ള സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളൊരു ഫോക്കസ് ചെയ്ത്, കാരണം നമുക്ക് ഇനിയുള്ള ആ ഒരു ടൈം, ആ ഒരു 1 മന്ത് ടൈം അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഒരു ഉയർന്ന സ്കോർ. കാരണം ഓൾറെഡി നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് അറിയുന്ന ഒരു കൺസെപ്റ്റ്, ബേസിക്സ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അല്ലേ, ജസ്റ്റ് നമുക്ക് വായിച്ചാൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് ഒരു റാങ്ക് നമുക്ക് മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഹെൻറിയുടെ സപ്പോർട്ടോടെ നിങ്ങൾക്ക് എത്താം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും, അതായത് ഓഫറിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടും ഓഫേഴ്സിൽ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. കാരണം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇനിയും നിങ്ങൾ എന്ത് ചെയ്യല്ല, ടൈം എടുക്കാൻ പാടില്ല. നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മൾ എക്സാം എന്ത് ചെയ്തു, വളരെ 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 അടുത്തെത്തി അല്ലേ. ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ആൾ ടിക്കറ്റ് കിട്ടാനുള്ള കൺസെപ്റ്റ് ആയിട്ടോ, അതായത് നമ്മളൊരു ബാക്കി ഒരു 15 ദിവസം കൂടി നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കുക. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹെൻറി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, ഹാപ്പി ഓണം.